വെൽക്കം ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ തിയറി ഡിസ്കസ് ചെയ്തു. പിന്നെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലുള്ള അതിന്റെ എഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോഫിറ്റ് ഏൺ ബൈ സബ്സിഡറി കമ്പനി ആഫ്റ്റർ ഹോൾഡിംഗ് കമ്പനി എക്വയർ ദ സബ്സിഡറി. അപ്പൊ സബ്സിഡറി കമ്പനീനെ ഹോൾഡിംഗ് കമ്പനി എക്വയർ ചെയ്തതിന് ശേഷം സബ്സിഡറി കമ്പനി ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റിനെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അത് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡയറി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പാരന്റ് കമ്പനി അക്വയർ ചെയ്യുന്നതിന് മുമ്പ് സബ്സിഡറി ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ആണ്. സോ ആ പ്രോഫിറ്റിന്റെ പോർഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്തത്. സോ വി വിൽ ട്രീറ്റ് ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ. വി വിൽ എലിമിനേറ്റ് ദാറ്റ് എമൗണ്ട് വൈൽ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. പക്ഷെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണതല്ല. ദാറ്റ് ഷെയർ ഈസ് ഒബ്ടൈൻഡ് ബൈ അവർ എഫേർട്ട്. നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം നമ്മുടെയും കൂടി റിസോഴ്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് കാരണം ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ആണ് എന്ത്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പൊ അതിന് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടല്ല. കാരണം എന്താണ്, നമ്മൾ മേടിക്കുമ്പോൾ അതില്ല, നമ്മൾ വന്നതിന് ശേഷം ഉണ്ടായതാണ്. സോ അത് നമ്മൾ ആ പോർഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വി ഹാവ് ടു ആഡ് ദ ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനി വിത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ P&L അക്കൗണ്ടിന്റെ കൂടെ ഹോൾഡിംഗ് കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ള ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം വൈൽ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. മൈനോറിറ്റിയുടെ ഷെയർ മൈനോറിറ്റിയുടെ കൂടി ആഡ് ബാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് പി ലിമിറ്റഡ് 4 lakh, എസ് ലിമിറ്റഡ് 1,60,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പി ലിമിറ്റഡിന്റെ 1,80,000, എസ് ലിമിറ്റഡിന്റെ 90,000. പിന്നെ വരുന്നതാണ് കറണ്ട് ലൈബിലിറ്റീസ്. കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞത് 60,000 ആണ്. എസ് ലിമിറ്റഡിന്റെ 30,000 ആണ്. അപ്പൊ ഇവിടെ പിയുടെയും എസിന്റെയും ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്, ഇക്വിറ്റി, പ്രോഫിറ്റ്, പിന്നെ ലൈബിലിറ്റീസ്. അപ്പൊ ടോട്ടൽ ഓഫ് ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 60,000 ആണ് പി ലിമിറ്റഡിന്റെ, എസിന്റെ 30,000. അതാണ് കറന്റ് ലൈബിലിറ്റീസ്. ടോട്ടൽ എന്ന് പറയുന്നത് പി ലിമിറ്റഡിന്റെ 6,40,000 എസ് ലിമിറ്റഡിന്റെ 2,80,000 ആണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റി. ഇനി അസറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടില്ല. ടാൻജിബിൾ അസറ്റ്സ് 4,40,000, 2,80,000. നോൺ കറന്റ് അസറ്റില് ടാൻജിബിൾ അസറ്റ് 4,40,000 2,80,000. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് പിയില് 2 lakh, എസില് ഒന്നുമില്ല. കാരണം പി എസിന്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തപ്പോ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ 2 lakh എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അസറ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 60,000, അസറ്റ് സൈഡിന്റെ ടോട്ടൽ 6,40,000 ആണ്. ആരുടെ, പിയുടെ അസറ്റ് സൈഡിന്റെ ടോട്ടല്, എസ് ലിമിറ്റഡിന്റെ അസറ്റ് സൈഡിന്റെ ടോട്ടല് 2,80,000. ഇത്രയാണ് രണ്ട് കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. ഇനി പി ലിമിറ്റഡ് അക്വയർഡ് 70% ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് എസ് ലിമിറ്റഡ് 2 years ago. 2 കൊല്ലം മുമ്പാണ് പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിന്റെ 70% ഷെയർ അക്വയർ ചെയ്തത്. ഈ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതാട്ടോ. ഇത് 2 കൊല്ലം മുമ്പാണ് അക്വയർ ചെയ്തത്. വെൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ്, അക്വയർ ചെയ്യുന്ന സമയത്ത് P&L അക്കൗണ്ടിന്റെ ബാലൻസ് തന്നിട്ടുണ്ട്. പി ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനിയുടെ P&L അക്കൗണ്ടില് 1,12,500 സബ്സിഡയറിയുടെ 60,000 രൂപയാണ് ഉണ്ടായിരുന്നത്. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല്
അന്ന് അക്വയർ ചെയ്യുമ്പോഴുള്ള പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്, പക്ഷെ സബ്സിഡയറിയുടെ ഇമ്പോർട്ടന്റ് ആണ്. 2 കൊല്ലം മുമ്പ് അക്വയർ ചെയ്യുമ്പോൾ എസ് ലിമിറ്റഡ് ഹാസ് 60,000 പ്രോഫിറ്റ്, അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് അല്ലെ. അക്വയർ ചെയ്യുന്നതിന് മുമ്പ് എസ് ലിമിറ്റഡിന് ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ആണ് ഈ 60,000 എന്ന് പറയുന്നത്. അതായത് 2 കൊല്ലം മുമ്പാണ് അക്വയർ ചെയ്ത ഡേറ്റിന് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആണ് 60,000. അപ്പൊ എസ് ലിമിറ്റഡിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് ഈ 60,000. ഈ 60,000നും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാവുക, കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. വി വിൽ നോട്ട് ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ബാലൻസ് ഷീറ്റ് ഡേയിൽ നോക്കി നോക്കുക, എസ് ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് എത്രയാണ്, 90,000 ആണ്, 90,000. അതായത് ഇതുവരെയുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെയാണ് പി ആൻഡ് എൽ അക്കൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 90,000. 2 കൊല്ലം മുമ്പ് ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്തതിന് മുമ്പ് എസ് ലിമിറ്റഡിന് 60,000 രൂപയുടെ ബാലൻസ് ഉണ്ടായിരുന്നു പി ആൻഡ് എൽ അക്കൗണ്ടിൽ. ഇപ്പൊ അത് എത്രയായി, 90,000 ആയി. അപ്പൊ അക്വയർ ചെയ്തതിന് ശേഷം എത്ര രൂപ ഉണ്ടായി, 60,000 എന്നുള്ളത് 90,000 ആയി. 90,000 മൈനസ് 60,000 എത്രയാണ്, 30,000 രൂപയാണ് ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്തതിന് ശേഷം എസ് ലിമിറ്റഡ് ജനറേറ്റ് ചെയ്തത്. അതായത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, 30,000. ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാരന്റ് കമ്പനിയുടെ പി ആൻഡ് എല്ലിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതണം. അതാണ് ഇന്നലെ പറഞ്ഞ റൂളിൽ പറയുന്നത്. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ എമൗണ്ട് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഒരു എലമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാരണം എന്താണ്, ആസ് പെർ ദ IFRS while preparing consolidated balance sheet we have to add the share of parent company in post with its P&L account. So നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ പ്രോഫിറ്റ് വർക്കിംഗ് നോട്ടിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, അതുവരെ പ്രോഫിറ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ്, 90,000 രൂപ. ഇന്ന് വരെയുള്ള ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് 90,000. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി എത്രയാണ്, 60,000. ശ്രദ്ധിക്കണം, എപ്പോഴും സബ്സിഡറിയുടെ ആണ് കേട്ടോ എടുക്കുന്നത്. 60,000. പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 90,000. അക്വയർ ചെയ്യുന്ന ഡേറ്റിൽ എത്ര ഉണ്ടായിരുന്നു, 60,000 ഉണ്ടായിരുന്നു. അപ്പൊ എത്ര ജനറേറ്റ് ചെയ്ത്, 30,000 ആണ് ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്ത ശേഷം ഉണ്ടായ പ്രോഫിറ്റ്. അതായത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്, 30,000ന്റെ 70% ഷെയർ ആര് അക്വയർ ചെയ്തു, പാരന്റ് കമ്പനി അക്വയർ ചെയ്തു സബ്സിഡറിയുടെ. അപ്പൊ 30,000ന്റെ 70% ആർക്ക് അവകാശപ്പെട്ടതാണ്, പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ 30,000 ഇൻറ്റു 70/100, 21,000 രൂപ ആർക്ക് അവകാശപ്പെട്ടതാണ്, പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. പാരന്റ് കമ്പനി 70% അക്വയർ ചെയ്തപ്പോൾ ബാക്കി എത്രയുണ്ട്, 30%. അതായത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് 30% ഉണ്ട്. അപ്പൊ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ 30% എത്രയാണ്, 18,000 രൂപ. 9,000 രൂപ. 30,000 ഇൻറ്റു 3/100, 9,000 രൂപ ആർക്ക് അവകാശപ്പെട്ടതാണ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. സോ ആദ്യം നമ്മളൊരു ബാലൻസ് ഷീറ്റ് കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിന് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ എന്നാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ നോർമലി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറില്ല. ഇറ്റ് വിൽ കൺസിഡർഡ് ആസ് പാർട്ട് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് ഫുള്ളി എലിമിനേറ്റ് ചെയ്യാറാണ്. റൂൾ 1 അതാണ്, വി വിൽ എലിമിനേറ്റ് ദ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് ആൻഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണല്ലോ, ഉണ്ടാവുന്നതിന് മുമ്പ് ജനറേറ്റ് ചെയ്ത്. അത് നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും വൈൽ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ബാലൻസ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലേ നോക്കും. ഇമ്മീഡിയറ്റ്ലി ആയിട്ടാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ അവിടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇവിടെ ഇമ്മീഡിയറ്റ് അല്ല, 2 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോൾ
പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ബാലൻസ് ഷീറ്റിൽ തന്ന പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് മൈനസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലെ പാരന്റ് കമ്പനിക്ക് അവകാശമുണ്ട്, ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിക്ക് അവകാശമുണ്ട്. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാരന്റ് കമ്പനിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യും. എന്താണ്? മൈനോറിറ്റി ഷെയർ ഹോൾഡറുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഷെയർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ആദ്യം നമ്മൾ അത് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ 70% ഷെയർ ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്, അതായത് 30% ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും ഉള്ള കാരണം നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഷെയർ കണ്ടുപിടിക്കും. അതിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ പ്ലസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റുള്ള ഷെയർ, അങ്ങനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 1,60,000 രൂപയാണ് എസ് ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന്റെ 70% അക്വയർ ചെയ്തു, പാരന്റ് കമ്പനി അക്വയർ ചെയ്തു. അപ്പോൾ NCIക്ക് എത്രയുള്ളത്? 30%. അപ്പോൾ 30% ഷെയർ, 1,60,000 into 30%, 48%. പിന്നെ ഞാൻ പറഞ്ഞു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഷെയർ എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയും തന്നിട്ടുണ്ട്? 60,000 തന്നിട്ടുണ്ട്. അപ്പോൾ 60,000 into 30/100 എത്രയാണ്? 60,000 into 30/100 18,000. പിന്നെന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ള കാരണം ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷന് നമ്മൾ നോക്കണം. കാരണം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അക്വയർ ചെയ്തതിന് ശേഷം ഉണ്ട്. അക്വയർ ചെയ്തതിന് ശേഷം ഉണ്ടായ പ്രോഫിറ്റിലും ദേ ഹാവ് ദ റൈറ്റ്. അപ്പോൾ 30,000 into പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 30,000, 30,000 into 30/100 എത്രയാണ്? 9,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 48,000 പ്ലസ് 18,000 പ്ലസ് 9,000 25,000 ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും ഉള്ള കേസുകളിൽ നമ്മൾ നോൺ കൺട്രോളിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു identify the share of pre-acquisition profit and post-acquisition profit. Then നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡറേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡറേഷൻ നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാന്ന് നമുക്കറിയാം. എന്താണ്? കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ കൺസിഡറേഷൻ എത്രയാണ്? ഇവിടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ് ലിമിറ്റഡ് അറ്റ് ദ കോസ്റ്റ് എത്രയാണ്? 2 ലക്ഷം രൂപയാണ് പി ലിമിറ്റഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പി ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 2 lakh rupees. അപ്പൊ കൺസിഡറേഷൻ എത്രയാണ്? 2 lakh rupees ആണ്. ഈ 2 lakh എന്ന് പറഞ്ഞത് നമ്മൾ എന്തിനൊക്കെ വേണ്ടി കൊടുത്തതാണ്? അതിന്റെ 70% ഷെയർ ക്യാപിറ്റൽ കിട്ടാനും അതുവരെ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിന്റെ ഭാഗം കിട്ടാനുമാണ്. അതായത് ഷെയർ ക്യാപിറ്റലിന്റെ 70% പ്ലസ് എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ 70% കിട്ടാനാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? നമ്മുടെ 60,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 60,000 into 70/100 അത് എത്ര വരുന്നത്? 60,000 into 70/100 വരുമ്പോൾ 42,000. അതിനും ഷെയർ നമ്മൾ അക്വയർ ചെയ്ത 70% ഷെയറിനും കൂടിയുള്ള വാല്യൂ ആണ് എന്ത്? ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1,60,000 ആണ് സബ്സിഡറിയുടെ ഷെയർ ക്യാപിറ്റൽ. അതിന്റെ 70% ആണ് നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1,60,000 into 70,000. അപ്പോൾ 1,12,000 രൂപയുടെ ഷെയറും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ 42,000 രൂപയും കിട്ടാനാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? 2 ലക്ഷം രൂപ കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ എന്താണ് അസറ്റിന്റെ വർത്ത് എത്രയാണ്? 1,12,000 പ്ലസ് 42,000, അതായത് 1,54,000. അപ്പോൾ 1,54,000 രൂപയുടെ അസറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് നമ്മൾ പേ ചെയ്തേക്കുന്നത് എത്രയാണ്? 2 ലക്ഷം. സോ ദ കൺസിഡറേഷൻ എക്സസ് ഓഫ് value of net asset will be considered as goodwill. അപ്പോൾ 2 lakh minus 1,54,000 will be equal to 46,000. അപ്പോൾ ഗുഡ്വില്ലിന്റെ എമൗണ്ട് എത്രയാണ്? 46,000 രൂപ. അപ്പൊ എപ്പോഴും നമുക്ക് ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം
പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ നോക്കുക, അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ള കേസിലാണെങ്കിൽ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം NCI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ ഗുഡ് വിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതിന്റെ ഫസ്റ്റ് റൂള് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാരന്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും ആ പാരന്റ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിലുള്ള ഇക്വിറ്റിയുടെ പ്രപ്പോർഷനും റിസർവിന്റെ പ്രപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. ആ റിസർവിന്റെ അക്വിസിഷൻ പീരീഡിൽ ജനറേറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ 1,60,000 പ്രീ അക്വിസിഷന്റെ ഷെയറും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാരന്റിന്റെ ഷെയർ ക്യാപിറ്റലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയാൽ മതി. അപ്പൊ പാരന്റിന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 4 lakh rupees ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്, ഹോൾഡിംഗ് കമ്പനിയുടെ 1,80,000. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂള് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, പാരന്റ് കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ ഹൗ ടു ആഡ് ബാക്ക് ടു ദ P&L അക്കൗണ്ട് ഓഫ് പാരന്റ് കമ്പനി. അപ്പൊ ഇവിടെ എത്രയാണ്, 30,000 രൂപയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 70% ഷെയർ ആണ് പാരന്റ് കമ്പനി അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30,000ന്റെ 70% ആർക്ക് അവകാശപ്പെട്ടതാണ്, പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. 30,000ന്റെ 70%, 30,000 × 70/100 എത്രയാണ്, 21,000 രൂപ. അപ്പോൾ പാരന്റ് കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ പാരന്റ് കമ്പനിയുടെ P&L അക്കൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ 1,80,000 ആണ് പാരന്റ് കമ്പനിയുടെ P&L അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റുള്ള ഷെയർ ആഡ് എത്രയാണ്, 21,000. സോ P&L അക്കൗണ്ടിന്റെ ബാലൻസ് 2,01,000 ആയി. ദെൻ നമുക്ക് എന്താണ്, നോൺ കറന്റ് ലൈബിലിറ്റീസ് വല്ലതുണ്ടോ നോക്കുക. ബാലൻസ് ഷീറ്റിൽ നോൺ കറന്റ് ലൈബിലിറ്റി ഒന്നും ഇല്ല, പക്ഷെ ശ്രദ്ധിക്കണം, നമ്മളിവിടെ 70% ഷെയറുകളെ അക്വയർ ചെയ്തിട്ടുള്ളൂ. സോ വി ഹാവ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ നോൺ കറന്റ് ലൈബിലിറ്റിയിലാണ് കാണിക്കാറ്. അപ്പോൾ നോൺ കറന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയർ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പ്ലസ് ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 75,000. അപ്പൊ അത് ജസ്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതുക, 75,000. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താണ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്, കറന്റ് ലൈബിലിറ്റി ആണ്. നമുക്കറിയാം ലൈബിലിറ്റീസും അസറ്റ്സും ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കമ്പൈൻ ചെയ്യാറുണ്ട്. അതായത് വി ആർ ആഡ് ബാക്ക്. അപ്പോൾ ലൈബിലിറ്റി എത്രയാണ്, പി ലിമിറ്റഡിന്റെ 60,000 പ്ലസ് എസ് ലിമിറ്റഡിന്റെ എത്രയാണ്, 30,000. അപ്പൊ എത്രയാണ്, 90,000 രൂപയാണ് കറണ്ട് ലൈബിലിറ്റി. നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. കറണ്ട് ലൈബിലിറ്റി 90,000. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റിയുടെ ടോട്ടൽ എത്രയാണ്, 4 lakh പ്ലസ് 2,01,000 പ്ലസ് 7,000 പ്ലസ് 90,000 എത്രയാണ്, 76,000. നമുക്ക് എന്താണ്, അസറ്റ് സൈഡ് ആണ്. അസറ്റ് സൈഡിനകത്ത് നോൺ കറന്റ് അസറ്റ്, നോൺ കറന്റ് അസറ്റിൽ ഞാൻ പറഞ്ഞു മറക്കാതെ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്വിൽ ആണ്. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ആണ്. ഇവിടെ നമ്മൾ ഗുഡ്വിൽ ഓൾറെഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ദ എക്സസ് ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് ഓവർ ദ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് അക്വയർഡ് ആണ്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 46,000. അപ്പൊ ഗുഡ്വിൽ എന്നുള്ളത് ബാലൻസ് ഷീറ്റിൽ നമ്മുടെ അസറ്റിന്റെ കീഴിൽ എഴുതുക എത്രയാണ്, 46,000. പിന്നെ വി ഹാവ് ഒരു ടാഞ്ചിബിൾ അസറ്റ് ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്, 4,40,000 പ്ലസ് 2,80,000. അപ്പൊ 4,40,000 പ്ലസ് 2,80,000 കൂട്ടുമ്പോൾ we will get 7,20,000. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ റൂള് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി എലിമിനേറ്റഡ് വൈൽ വി ആർ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ അസറ്റിന്റെ ടോട്ടല് 7,20,000 പ്ലസ് 46,000 വിൽ ബി ഈക്വൽ ടു 76,000. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ, അപ്പൊ നമ്മുടെ അസറ്റും ലൈബിലിറ്റീസും ടാലിയായി. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് തന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് നമ്മുടെ
പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക, പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ആദ്യം പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഡിറ്റർമൈൻ ചെയ്യുക. എന്നിട്ട് അത് ഓർക്കേണ്ട കാര്യം, പാരന്റ് കമ്പനിയുടെ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ നമ്മൾ എന്ത് ചെയ്യും, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാരന്റ് കമ്പനിയുടെ P&L അക്കൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കും. അതാണ് P&L അക്കൗണ്ട് 1,80,000, അതിന്റെ ഷെയർ 21,000 ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാറില്ല, കാണിക്കാറില്ല. പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റും ഇക്വിറ്റി ക്യാപിറ്റലിന്റെ ഷെയർ ഇൻ സബ്സിഡറി കമ്പനിയും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വി വിൽ എലിമിനേറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഷെയർ ക്യാപിറ്റലിലുള്ള മൈനോറിറ്റി ഷെയർ ഹോൾഡറിന്റെ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, പ്ലസ് പ്രീ അക്യൂസിഷനിലുള്ള ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക, പ്ലസ് പോസ്റ്റ് അക്യൂസിഷനിലുള്ള ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നോൺ കറണ്ട് ലൈബിലിറ്റീസിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗുഡ്വിൽ ഉണ്ടോ ഇല്ലേ എന്നാണ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് ഇൻ എക്സസ് ഓഫ് വാല്യൂ ഓഫ് അസറ്റ് ആണ്. ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, നോൺ കറണ്ട് അസറ്റിന്റെ കീഴിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് എളുപ്പമാണ്. എന്നിട്ട് ബാക്കി എല്ലാ ലൈബിലിറ്റീസും എല്ലാ അസറ്റും പാരന്റിന്റെയും സബ്സിഡറിയുടെയും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ എന്നിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുക. നോട്ട്ബുക്സിൽ പ്രോബ്ലം ചെയ്ത് നോക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.